മുജീബ് അഗൈൻ കൺഗ്രാജുലേഷൻസ് ഓൺ കിഷ്കിന്ധാഘട്ടം. ആളുകൾ ഒരു പടത്തിന്റെ റിവ്യൂവിന് ശേഷം ഈ ഹാൻസ് സിമ്മറിനെ പോലെ ഉണ്ട് എന്നൊക്കെ പറയുന്നത് വലിയ കമന്റാണ്. ഈ സിനിമ റിലീസിന് ശേഷം ഈ പേര് ഗൂഗിളിൽ അടിച്ചിട്ട് ഇയാൾ ഇന്ന പടങ്ങളൊക്കെ ചെയ്തിട്ടില്ലേ, ഇപ്പൊ വിക്രം വേദയ്ക്കൊക്കെ ശേഷം സാം സിയസിന് സംഭവിച്ച പോലെ, അല്ലെങ്കിൽ ഇപ്പൊ ജിബ്രാനൊക്കെ രാക്ഷസന് ശേഷം സംഭവിച്ച പോലെ വലിയ വിസിബിലിറ്റി ഉണ്ട്. ഇന്ന് എല്ലാവരും നിങ്ങളുടെ ഒരു അടുത്ത പടത്തിന് വേണ്ടി റൂട്ട് ചെയ്യുന്ന സമയത്ത് രേഖാചിത്രത്തിന്റെ ട്രെയിലർ വരുന്നത്. ഈ എക്സ്പെക്ടേഷൻസ് അല്ലെങ്കിൽ ആളുകൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പോസ്റ്റ് കിഷ്കിന്ധാഘട്ടം അത് വല്ലാതെ ഇത് മാറിയിട്ടുണ്ട്, ഇപ്പൊ സ്പോട്ട് ലൈറ്റിലുണ്ട്, അതിനെപ്പറ്റി അവെയർ ആണോ? ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പ്രൊജക്റ്റിലേക്ക് ഇന്നാവാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. ഞാനത് ജാഫിൽ ഭയങ്കര പേഷ്യൻ്റായിട്ട് ഉള്ളിൽ നിന്ന് അത്യാവശ്യം സമയം എടുത്തു ഞാൻ അതിലേക്ക് കയറാൻ വേണ്ടി. കാരണം കിഷ്കിന്ധായുടെ സാധനം ഒന്ന് ഇറങ്ങാൻ വേണ്ടി കുറച്ച് സമയം എടുത്തു. പക്ഷെ രണ്ടും രണ്ട് ജോണറിലാണ് മ്യൂസിക് പോകുന്നത്. ഈ പറഞ്ഞ പോലെ രണ്ട് കാലഘട്ടങ്ങൾ പോകുന്നുണ്ട്. പിന്നെ ത്രില്ലർ ആണെങ്കിൽ കൂടെയും ഇത് കുറച്ചും കൂടി ഇമോഷണലി ഡ്രിവൺ ആണ് പടം. അപ്പം അതിനനുസരിച്ചിട്ടുള്ള മ്യൂസിക്കാണ്. അങ്ങനെ ഇപ്പം കിഷ്കിന്ധയിൽ കാര്യം അതൊരു അവിടെ ഒരു ക്രൈമൊക്കെ അനാവരണം ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അതിന്റെ മ്യൂസിക് പോകുന്നത് മൊത്തം ഒരു ഇൻസ്പിറേഷണൽ ടോണില്ല. അത് നമ്മളതിന്റെ സൗണ്ട് മാത്രമായിട്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വല്ല വർക്കൗട്ടൊക്കെ ചെയ്യാൻ വേണ്ടി വെക്കാൻ പറ്റുന്നൊരു മ്യൂസിക് അതിനകത്ത്. ഇപ്പം ഞാൻ സൂക്ഷ്മദർശി എന്നുള്ള സിനിമ എടുത്ത് നോക്കുമ്പോൾ ആ സിനിമയുടെ ടോൺ മൊത്തം ഒരു ഹാരി പോട്ടർ സിനിമയുടെ ഒക്കെ പോലെ ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ടോണാണ് പോകുന്നത്. നമ്മൾ എന്താണോ കേട്ടുള്ള ആ ജൻ എഫക്ട് മൊത്തത്തിൽ പോയിരിക്കുന്നു എവിടെയോ. അപ്പൊ ഇപ്പൊ ത്രില്ലർ ചെയ്യുമ്പോൾ പണ്ടത്തെ ക്ലാസിക് ഇപ്പൊ ഹിറ്റ്കോക്ക് ഒക്കെ ചെയ്ത പോലത്തെ ഒരു മ്യൂസിക് അപ്ലൈ ആവോ, അതോ നറേറ്റീവ് മാറുന്നതിനനുസരിച്ച് നമ്മൾ പുതിയപ്പോഴും ട്രൈ ചെയ്തോണ്ടിരിക്കണം? അതാണോ ഇപ്പോഴത്തെ ഗ്രാമർ? ഒന്ന് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഡയറക്ടർ പുള്ളിയുടെ ഒരു വിഷൻ ഉണ്ട്, നമ്മൾ അതനുസരിച്ചിട്ട് പോവുക എന്നുള്ളതാണ് മെയിനായിട്ട്. അതായത് ഇപ്പോൾ കിഷ്കിന്ധ ആണെങ്കിൽ കൂടിയും രേഖാചിത്രമാണെങ്കിലും രണ്ടുപേരുടെ ഐഡിയാസ് വേറെ വേറെയാണ്. അല്ലെങ്കിൽ പിന്നെ എല്ലാ ത്രില്ലേഴ്സും ഒരുപോലെ സൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു മാറ്റമുണ്ട്. ഇപ്പൊ വരുന്ന എല്ലാവരും പുതിയതായിട്ട് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യണം എന്നുള്ളൊരു ഇതിൽ തന്നെയാണ്. ഇവൻ ഞാനാണെങ്കിൽ കൂടെ ഓരോ മൂവി കഴിയുമ്പോൾ അടുത്ത പരിപാടി വേറെ രീതിയിൽ ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹമുണ്ട്. ഈവൻ രേഖാചിത്രം അങ്ങനെ തന്നെയാണ്. ഈ അൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്നൊക്കെ പറയുമ്പോൾ ജോഫിനി വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡിന്റെ ഒക്കെ ഒരു റെഫറൻസ് ഒക്കെ ഒന്ന് ഭാരപ്പെടുത്തിയോ? റെഫറൻസ് ഒന്നും തന്നിട്ടില്ല. റെഫറൻസ് ഒന്നും ഉണ്ടായില്ല. അല്ല ഇതാണ് നമുക്ക് വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമല്ലോ. ജോഫിന് ഇപ്പോൾ ആളുകൾ ഇതെന്തോ ഒരു കേരളം മൊത്തം ചർച്ച ചെയ്തല്ലേ, മലയാളികൾക്ക് മൊത്തം സുപരിചിതമായ ഒരു ഇൻസിഡന്റോ അല്ലെങ്കിൽ എന്തോ ഒരു വിഷയമുണ്ട് ഇതിനകത്ത് ആളുകൾ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ആ വിഷയം നമുക്ക് മനസ്സിലാവണമെങ്കിൽ, നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം മനസ്സിലാവണമെങ്കിൽ ഇപ്പോൾ കൃത്യമായിട്ട് വാർത്തകളൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളാവണോ, അതോ ഇത് ഉദ്ദേശിച്ചേക്കുന്നത് ഇതാണെന്ന് പറഞ്ഞിട്ട് പൊളിറ്റിക്കലി അവെയർ ആവേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ രഞ്ജി പണിക്കരൊക്കെ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ചില കഥാപാത്രങ്ങൾ പെട്ടെന്ന് പോപ്പപ്പ് ചെയ്ത് വരും. അപ്പോൾ നമുക്കറിയാം, ഇത് ഇയാൾ ഇന്ന പാർട്ടിയിൽ ഇന്ന ആളുടെ ഒരു കാരിക്കേച്ചർ സ്വഭാവമാണെന്ന് നമുക്ക് മനസ്സിലാവുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അങ്ങനെയാണോ? അത്യാവശ്യം വിവരം ഉണ്ടായാലേ ഇതിലത്തെ കാര്യം മനസ്സിലാവുള്ളൂ, അങ്ങനെയുണ്ടോ? എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള വളരെ പെട്ടെന്ന് കണക്ട് ആവുന്ന എനിക്ക് തോന്നുന്നു ആദ്യ സിനിമയൊക്കെ മുമ്പ് തന്നെ ഈ സിനിമയുടെ ലേയേഴ്സിലേക്ക് കഥ ഒരു ബേസിക് ഐഡിയ കഥയായിട്ടുണ്ടായിരുന്നു. ഒരു ബേസിക് ഐഡിയ ആദ്യ സിനിമയ്ക്ക് മുമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ഈ പറയുന്ന ഇതിലൊരു കുറച്ചധികം ക്ലറിക്കൽ ജോബ് ആവശ്യമുള്ള ഒരു സിനിമയായിരുന്നു. അത് കുറേ ആൾക്കാരുടെ NOCയും പരിപാടിയൊക്കെ വേണ്ടതുകൊണ്ട് അപ്പോൾ എനിക്കൊരു ആദ്യ സിനിമയായിട്ട് ഇതിനെ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഈ സിനിമ ചെയ്യണമെങ്കിൽ ഒരു പ്രൊഫൈൽ വേണമായിരുന്നു. അപ്പോൾ അതിന് ഇപ്പോൾ പ്രീസ്റ്റ് കഴിഞ്ഞ ശേഷമാണ് ഒരിക്കലും ഇത് ആദ്യത്തെ സിനിമയായിട്ട് പ്ലാൻ ചെയ്ത ഒരു പുതുമുഖ സംവിധായകനെ ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് ഇതിനകത്ത് പല കാര്യങ്ങളിൽ ഈ ബോഡി ലാംഗ്വേജും കൂടി നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ആ പോലീസുകാരൻ്റെ നമ്മൾ നേരത്തെ ഇതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്, ആവേശവും ആവശ്യവും തമ്മിലുള്ള വ്യത്യാസം അയാളുടെ ശരീരഭാഷയിൽ തന്നെ പ്രകടമാണ്. ഇപ്പോൾ തലയൊട്ടി എടുക്കുന്ന സീക്വൻസിലായാലും ഓരോ കാര്യങ്ങളിൽ എക്സാമിൻ ചെയ്യുന്നതായാലും അയാളൊരു പോലീസുകാരനെ ഇരിക്കെ അയാൾ ചില കാര്യങ്ങൾ കണ്ടിട്ട് ഞെട്ടുന്നത് പോലെയൊക്കെ തോന്നി. അപ്പം ഇത്രയും ബ്രീഫുകൾ ജോഫിൻ തന്നിരുന്നു. ജോഫിൻ ആ കാര്യങ്ങളിലൊക്കെയും ക്ലിയർ ആയിരുന്നു, അയാൾക്ക് വേണ്ട ബോഡി ലാംഗ്വേജിൽ, അയാൾക്ക് വേണ്ട റിയാക്ഷനുകളിലൊക്കെ. എല്ലാത്തിലും ഒരു കൃത്യമായ ക്ലാരിറ്റി എനിക്ക് ജോഫിൻ തന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ തമാശയ്ക്ക് പറയാൻ ജോഫിൻ അങ്ങനെ ഒന്നും സംസാരിക്കില്ലെന്ന് പറയും. ലൊക്കേഷനിൽ വലിയ ബഹളമൊന്നും ഇല്ലാത്തൊരു സംവിധായകനാണ്. പക്ഷെ കൃത്യമായിട്ട് ഓരോ ആക്ടേഴ്സും പെർഫോം ചെയ്യേണ്ടത് എന്താണെന്നുള്ളതും എന്തുകൊണ്ടാണെന്നുള്ളതിന്റെയും ക്ലാരിറ്റി കൃത്യമായി ജോഫിൻ തരും. ഇനി എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ ആ ഷോട്ടിന് മുന്നേ മാറ്റി നിർത്തിയിട്ട് ഇതിന്റെ സീൻ 1 മുതൽ ഞങ്ങൾക്ക് പറഞ്ഞു തരും. അങ്ങനെ പറഞ്ഞു തന്ന കൃത്യമായ ഒരു ക്ലാരിറ്റി എല്ലാ രീതിയിലും തന്നിട്ടുണ്ട്. പിന്നെ എന്റെ ബോഡി ലാംഗ്വേജിന്റെ കാര്യത്തിൽ കൃത്യമായ ഒരു ക്യാരക്ടർ സ്കെച്ച് എനിക്ക് തന്നിട്ടുണ്ട്. ഇതിന്റെ ഈ
ആവേശവും ആവശ്യവും തമ്മിലുള്ള വ്യത്യാസം ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നതിന്റെ കാരണം ഇയാളുടെ ഓരോ സിറ്റുവേഷനിലും എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഈ സ്ക്രീൻ പ്ലേ തരുന്നതിനൊപ്പം തന്നെ എനിക്കൊരു ക്യാരക്ടർ സ്കെച്ചും തന്നിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് ചെറിയ ചെറിയ മാനറിസംസ് പഠിപ്പിക്കാനും ഒക്കെ എന്നെ ശ്രമിച്ചിട്ടുണ്ട്. കുറെയൊക്കെ ഞാൻ ശ്രമിച്ചു. എന്താന്ന് പറയാൻ പറ്റും എന്തെങ്കിലും? അല്ല, അതിന്റെ ഈ കൈയുടെ ഒരു ആക്ടിവിറ്റി ഉണ്ട്, കുറച്ച് റെസ്ലെസ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് ചീട്ടുകൾ വെച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ അത് ഒത്തിരി പ്രാക്ടിക്കലായിട്ട് പിടിക്കാൻ എനിക്ക് പറ്റിയില്ല. എന്നാലും മിനിമൽ സ്കെയിലിലേക്ക് അത് കൊണ്ടുവരാൻ ശ്രമിച്ചു. പിന്നെ ഇപ്പൊ ഈ കഴിഞ്ഞ സിനിമകളിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, സംവിധായകർ കൃത്യമായ ധാരണയോട് കൂടിയാണ് ഓരോ ക്യാരക്ടേഴ്സിനെയും എനിക്ക് തന്നിട്ടുള്ളത്. അപ്പൊ അത് ഇതിലും സംഭവിച്ചിട്ടുണ്ട്. അതങ്ങനെ തന്നെ വരും. കുമ്പളങ്ങിയൊക്കെ ചെയ്യുന്ന സമയത്ത് അവര് ആ സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്തിൽ വരുന്ന ഒരു ഫുട്ബോൾ പീസ്, അപ്പോൾ ആ ഫുട്ബോളിന്റെ ഒരു കമന്ററി അത് ഞങ്ങളുടെ കയ്യിൽ വേണമെന്ന് സിനിമ തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞത് കാരണം കൊണ്ടുണ്ടായ ക്ലാരിറ്റികൾ, അല്ലെങ്കിൽ ഇത് എവിടെ പ്ലേസ് ചെയ്യണമെന്ന് അവർക്കുള്ള ധാരണ കൊണ്ട് ഒരു സൗണ്ട് ഡിസൈനർക്ക് മനസ്സിലാവുന്ന ഒരു ഡിസൈൻ ഒക്കെ ഉണ്ടല്ലോ. അതുപോലെ ജോഫിൻ ഇവിടെ ക്ലിയർ ആയി പറഞ്ഞ എന്തെങ്കിലും ഏരിയകളോ അല്ലെങ്കിൽ ഇതാണ് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ആവേണ്ടത് അങ്ങനെ പറഞ്ഞ സംഭവങ്ങളുണ്ടോ? ചില സ്ഥലങ്ങൾ എല്ലാ ഡയറക്ടേഴ്സും പറയും. കാരണം അവരത് സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയം തൊട്ട് അവരത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതല്ലാത്തൊരു സൗണ്ടാണ് അല്ലെങ്കിൽ ഒരു സാധനമാണ് അവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുവറായിട്ട് എല്ലാ ഡയറക്ടേഴ്സും അവിടെ ഒരു റെഡ് ഫ്ലാഗ് വരും. ഇതല്ല വേണ്ട, അവരെല്ലാരും പറയും, അതെല്ലാരും പറയുന്നതാണ്. അപ്പൊ ജോഫിൻ്റെതായിട്ടുള്ള ചില സൗണ്ടുകൾ ഉണ്ട്. ഇതിലൊരു ലൈറ്റ് ഇടുന്ന ഒരു സൗണ്ട് ഉണ്ട്. ആ ലൈറ്റ് ഇടുന്ന സൗണ്ട് അത് ജോഫിന് തൃപ്തി വരുന്നവരെ ചെയ്താലേ അത് ശരിയാവുള്ളൂ. അപ്പൊ ചില സ്ഥലങ്ങളിൽ എല്ലാരും അത് പറയും, ഇന്ന സാധനം വേണം എന്നുള്ളത്. അപ്പൊ അത് ഈ സിനിമയിലും ഉണ്ടായിട്ടുണ്ട്. അത് പിന്നെ പുള്ളിയായിട്ട് ഇങ്ങനെ നിരന്തരം കമ്മ്യൂണിക്കേഷൻ. എനിക്ക് ആദ്യത്തെ എനിക്ക് 1.5 കൊല്ലം മുമ്പ് എനിക്ക് സ്ക്രിപ്റ്റ് തന്നിട്ടുണ്ട്. ആ സമയത്ത് പുള്ളിയായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്ന കാരണം എനിക്ക് ബേസിക്കലി ഒരു പടം ചെയ്തിട്ടുണ്ട് ജോഫിൻ്റെ ഒപ്പം. കാരണം എനിക്ക് വർക്ക് ചെയ്യാൻ അങ്ങനെ വലിയ ഡിഫിക്കൽറ്റീസ് ഒന്നുമില്ല. എന്താണ് പുള്ളിക്ക് വേണ്ടതെന്നൊരു നിശ്ചയം എനിക്കുണ്ടായിരുന്ന കാരണം അത് കുറേ കൂടി ഈസിയാണ് ആ പ്രോസസ്സ്. ഇപ്പം ഞങ്ങൾ ഓൾറെഡി കേട്ടിട്ടുള്ള ശബ്ദങ്ങളെ ഇപ്പൊ സിനിമയിലേക്ക് വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാ അത് റീക്രിയേറ്റ് ചെയ്യോ അല്ലെങ്കിൽ റീഡിസൈനോ ചെയ്യുന്നത്? അതിന്റെ പ്രോസസ്സ് എങ്ങനെയാ ശരിക്കും? ഈ സിനിമയിൽ എല്ലാം റീക്രിയേറ്റ് ചെയ്താണ്. വെച്ചാൽ ഉള്ള സൗണ്ടുകൾ തന്നെയാണ്, അത് എഡിറ്റ് ചെയ്തിട്ട് വെക്കേണ്ട സ്ഥലത്ത് വെക്കുക എന്നുള്ളതാണ്. കറക്റ്റായിട്ടുള്ള ലെവലിലും കറക്റ്റായിട്ടുള്ള ആ ഒരു എന്താ പറയുന്നത് കുറുക്കി വെക്കുക എന്നുള്ളതാണ് ഒരു പരിപാടി. ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യമുള്ള ശബ്ദങ്ങൾ കേൾപ്പിക്കുക അതാണ് ചെയ്യുന്നത്. കാരണം ഇത് ഡബ് ചെയ്ത സിനിമയാണ്. അപ്പൊ ഡബ് ചെയ്താണ് പിന്നെ അടുത്തൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡബ് ചെയ്ത പോലെ തോന്നരുത്. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് പറഞ്ഞ പോലെ ഇതൊരു ഇമോഷണൽ ജേർണി ഉണ്ട് ഈ പടത്തിൽ. ഇതൊരു ഡ്രാമയിലൊക്കെ ഉണ്ട്, ഡ്രാമ ഉണ്ട്, ഇതിൽ സസ്പെൻസും ത്രില്ലറൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇതിൽ വളരെ ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ അത് പിന്നെ ആളുകൾ അഭിനയിക്കുന്ന ആളുകൾ നമ്മുടെ മുമ്പിൽ ജീവിക്കുന്നതായിട്ട് തോന്നുക തന്നെ വേണം. അത് ആണ് ആക്ച്വലി സൗണ്ട് ചെയ്യുന്നത്. അത് നമുക്കൊരു ഡബ് ചെയ്താലും എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ ഇരിക്കുന്നതും നടക്കുന്നതും ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ അത് എത്ര യാഥാർത്ഥ്യമായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയായിട്ട് ചെയ്യാന്നുള്ളതാണ്. അതിൻ്റെ ഒപ്പം ഡ്രാമാറ്റിക് എലമെന്റ്സ് വരുന്നു പോകുന്നു നമ്മൾ അറിയുന്നില്ല.